ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് OTT അപ്ഡേറ്റുകളുമായിട്ടാണ്. ഈ ആഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന കുറച്ച് സിനിമകളുടെയും അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ഒക്ടോബർ മാസം 9-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുടെയും സീരീസുകളുടെയൊക്കെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് റിലീസ് ചെയ്യുന്ന സിനിമകളുണ്ട്. ഏതൊക്കെ സിനിമകളുടെ സീരീസുകളാണ് നോക്കാം നമുക്ക്. ഒന്നാമത്തെ സിനിമ ഒരു തമിഴ് ത്രില്ലർ മൂവിയാണ്. പഠിക്കാതെ പക്കങ്ങൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇതിന് മുമ്പേ തന്നെ ഇന്ത്യയിൽ റിലീസ് ചെയ്തതാണ്. ഇന്ത്യക്ക് പുറത്ത് സിംപ്ലി സൗത്ത് വഴി ഒക്ടോബർ മാസം 11-ന് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത മലയാളത്തിലുള്ളൊരു സിനിമയാണ് പ്രതിഭ ട്യൂട്ടോറിയൽസ് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് വരുന്നത്. സുധീഷ്, ജോണി ആൻ്റണി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി മൂവിയാണ്. ഇന്ത്യക്ക് പുറത്ത് സിംപ്ലി സൗത്തിലും ഇന്ത്യയിൽ മനോരമ മാക്സിലും ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഒക്ടോബർ മാസം 11-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ സൈലന്റ് ഹവർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഒക്ടോബർ മാസം 11-ന് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു ഹൊറർ സസ്പെൻസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. നെവർ ലെറ്റ് ഗോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമയും ഒക്ടോബർ മാസം 11-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. പിന്നെന്താ പറയുക, റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് തമിഴിൽ നിന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു ത്രില്ലർ മൂവിയാണ്. ലാന്തർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ നേരത്തെ റിലീസ് ചെയ്തതാണ്. ആഹാ തമിഴ് വഴി ഇപ്പോൾ മുതൽ, അതായത് ഒക്ടോബർ മാസം 11-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ബീറ്റിൽ ജ്യൂസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ മൂവിയാണ്. ഔട്ട് ഓഫ് ഇന്ത്യക്ക് പുറത്തായിട്ട് US ആമസോൺ പ്രൈമിൽ റെൻ്റ് ഓപ്ഷനിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് ആക്ഷൻ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഹെൽ ബോയ് ദ ക്രൂക്ക്ഡ് മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ തന്നെയാണ്, US ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യക്ക് പുറത്താണ്, റെൻ്റ് ഓപ്ഷനിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു തമിഴ് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് പോകുമിടം വേഗം ദൂരമില്ലേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്ത ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ഹിന്ദി മൂവിയാണ്. അക്ഷയ് കുമാർക്ക് പ്രധാന വേഷം കൈകാരിച്ച ഒരു ഫാമിലി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു കേൽ കേൽ മേ എന്ന് പറയുന്ന സിനിമ. നല്ല പ്രേക്ഷക പ്രതികരണം നേടിയിരുന്നെങ്കിലും തിയേറ്ററിൽ വിജയിക്കാതെ പോയ സിനിമയായിരുന്നു. ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നെറ്റ്ഫ്ലിക്സ് വഴി ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഗേൾ ഹോട്ട്സ് ബോയ് എന്നാണ് സിനിമയുടെ പേര്. ഒരു കോമഡി റൊമാൻറ്റിക് ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്ന് റിലീസ് ചെയ്യുന്നതും റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതും പിന്നെ ഈ ഒരാഴ്ച റിലീസ് ചെയ്യുന്നതുമായിട്ടുള്ള ലിസ്റ്റായിട്ടുള്ളത്. കംപ്ലീറ്റ് ലിസ്റ്റ് അല്ല. ഇതിനു മുമ്പേ വേറെ സിനിമകൾ 11-ാം തീയതി റിലീസ് ചെയ്ത വേറെ സിനിമകളുണ്ട്. ഇന്നലത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാതിരുന്നത്. അപ്പോൾ ഇത്രയും സിനിമകളുടെ സീരീസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ സിനിമകളിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഈ സിനിമകൾ ഏതെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഗുമസ്ത് എന്ന് പറഞ്ഞ സിനിമ കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.